ഹായ് ഹലോ വെൽക്കം ടു കോച്ചിങ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ പത്തിരി പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരർത്ഥമില്ലാത്ത പാട്ടൊക്കെ പാടി കുത്തിരിക്കുകയാണ് ജൗഫർ മോൻ കേട്ടോ. എനിക്കൊരു എൻ്റർടൈൻമെൻറ്റുമാണ്. അപ്പം ഞാൻ എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ട് മക്കളും എൻ്റെ തലങ്ങും വിലങ്ങും എന്ന് പറഞ്ഞ മാതിരി എപ്പോഴും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇന്നിപ്പം പത്തിരി പണി ആയതുകൊണ്ട് തന്നെ രണ്ടാളും ഞാൻ കുഴച്ച് തരാം, ഞാൻ പരത്തി തരാം അങ്ങനെയൊക്കെ പറഞ്ഞങ്ങാണ്ട് പിന്നാലെ ഉണ്ടായി. എന്തായാലും അവർ ആ ഒരു ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം പത്തിരി പണിയുണ്ട് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നേക്കും നാളേക്കും വേണ്ടിയിട്ട് ഞാൻ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്നേക്കും നാളേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുട്ട് വെക്കുന്നില്ല, കുറച്ചിങ്ങനെ പരത്തിയിട്ട് എയർ ടൈറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റിച്ചിങ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുമ്പം ഈ നാളെ എനിക്ക് കുറച്ച് ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്കൊന്ന് പോവേണ്ടതുണ്ട്. കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഫ്രൈഡ് ഡ്രസ്സിൻ്റെ കേട്ടോ. അപ്പോൾ അത് നോമ്പ് തുറയാകുമ്പോഴത്തേനും ഒരു 2 ഫ്രൈഡ് ഡ്രസ്സ് വേണമെന്നൊക്കെ ഒരാൾ ഓർഡർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ നാളെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തിരി പണിയൊന്നും എടുക്കാൻ വേണ്ടി കഴിയൂല. അപ്പോൾ പത്തിരി ആണെങ്കിലോ ജൗഫൂനും എനിക്കും ജന്നക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടോ. പിന്നെ അതാ ഇപ്പം ഇന്നൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. നാളേക്കുള്ളത് ഞാൻ ഇതേപോലെ എയർ ടൈറ്റ് ആക്കിയിട്ടും വെച്ചിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാം, നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്കപ്പോൾ ഇല്ലാത്തത് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. ഈ പത്തിരി പണിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പത്തിരി പിന്നെ ഞാൻ പരത്തുമ്പോഴേക്കും അവർ ചുട്ടെടുക്കും. അങ്ങനെ എല്ലാ പണിക്കും ഹെൽപ്പിംഗ് ആയിട്ട് നോമ്പ് ഉണ്ടെങ്കിലും ഒരു ക്ഷീണവും കാര്യങ്ങളും ഒന്നും അറിയില്ല. കാരണം എല്ലാത്തിനും ഭയങ്കര ഹെൽപ്പായിട്ട് നടക്കുന്ന ഒരാളാണ് കേട്ടോ ഇക്ക. അപ്പോൾ പിന്നെ ഇതാ അപ്പോൾ ഇങ്ങനെ പത്തിരി ഞാൻ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മക്കളടുത്തിരുന്നിട്ട് അത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം മഗ്‌രിബായി, ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഇല്ലാത്ത ഭയങ്കര ഒരു മിസ്സിങ് ആണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ നോമ്പ് തുറക്കാനൊക്കെ ഇരിക്കുമ്പോൾ മക്കളും ഉണ്ടെങ്കിലും ഭയങ്കര ഒരു മിസ്സിങ് ആണ്. അപ്പോൾ ഇതാ ഈത്തപ്പഴവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴമൊക്കെ നമുക്ക് സക്കാത്തിൻ്റെ കിറ്റിൽ കിട്ടിയതാട്ടോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല സ്റ്റിച്ചിങ് വീഡിയോസും അതേപോലെ നല്ല മോഡൽ ഫ്രോക്കുകളും ഡ്രസ്സുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു വർഷത്തെ ഫസ്റ്റ് നോമ്പ് തുറ. അപ്പം അൽഹംദുലില്ലാഹ് നോമ്പൊക്കെ തുറന്ന് റാഹത്തായി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പറയുന്ന മോഡൽ ഡ്രസ്സുകൾ അടിച്ച് തരും. കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്.